അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്തായിരുന്നു പറഞ്ഞത്? അലാമാത്തുൽ ഇഅ്റാബിൽ നമ്മൾ പറഞ്ഞ അലാമാത്തുൻ ളാഹിറുണ്ട്, മുഖദ്ദറുണ്ട് അല്ലേ? അപ്പോൾ അലാമാത്തുൽ ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? റഫിൻ്റെ അലാമത്ത് ദമ്മ, നസ്ബിൻ്റെ ഫത്ഹ, ജറിൻ്റെ കസ്റ, ജസ്മിൻ്റെ സുക്കൂൻ. അപ്പോൾ ഈ ഫത്ഹയും ദമ്മയും കസ്റയും സുക്കൂനൊക്കെ ചിലപ്പോൾ ളാഹിറായിരിക്കും, ചിലപ്പോൾ ഇത് മുഖദ്ദറായിരിക്കും എന്ന് പറഞ്ഞു. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. അത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ശരിക്കും മുറാജ ചെയ്യണം. അത് നിങ്ങൾ ക്ലാസ് കേട്ടാൽ മതി, കാരണം അതിൽ ഡൗട്ടൊന്നുമില്ല. എല്ലാം കാണാതെ അങ്ങോട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഇവിടെ നമ്മളിപ്പോൾ മുറാജ റിവിഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടുത്തായിട്ട് പറയാനുള്ളത്, ഈ അലാമാത്തുൽ ഇഅ്റാബ് നമ്മൾ പറഞ്ഞ പോലെ ദമ്മയും ഫത്ഹയും കസ്റയും സുക്കൂനും മാത്രമായിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? റഫ് ഈസ് ഈക്വൽ ടു ദമ്മ അല്ല, റഫിൻ്റെ അലാമത്താണ് ദമ്മ എന്നാണ് പറഞ്ഞത്. ചില സന്ദർഭത്തിൽ ഈ ദമ്മയല്ലാത്ത ചില അലാമത്തുകൾ വരും. അപൂർവം ചില സന്ദർഭങ്ങളിൽ, കുറവാണിത്, അധികവും ദമ്മയായിരിക്കും. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ ദമ്മയും ഫത്ഹയൊക്കെ അലാമത്തായിട്ട് വരുന്ന ഉദാഹരണങ്ങൾ നമ്മൾ ആവർത്തിച്ചതാണ് കുറേ പ്രാവശ്യം. അതൊന്നുകൂടി പറയാം. ജാ സെയ്ദുൻ അല്ലേ? ഇവിടെ സെയ്ദ് എന്താണ്? റഫ് ആണോ നസ്ബാണോ? റഫ് ആണ്. റഅയ്തു സെയ്ദൻ, ഇവിടെ സെയ്ദ് എന്താണ്? നസ്ബാണ്. സല്ലംതു അലാ സെയ്ദിൻ, ഇവിടെ സെയ്ദ് എന്താണ്? ജർ. ഓക്കെ. യദ്ഹബു സെയ്ദുൻ, ഇവിടെ സെയ്ദ് എന്താണ്? റഫ് ആണ്. യദ്ഹബു എന്താണ്? അതും റഫാണ്. ഫേല് മുളാരി നമ്മൾ പറഞ്ഞു, ഫേല് മുളാരി എന്താണ്? സാധാരണഗതിയിൽ റഫ് ആയിരിക്കും. ലൻ യദ്ഹബ സെയ്ദുൻ, ഇവിടെ യദ്ഹബ് എന്താണ്? നസ്ബാണ്. ലൻ വന്നാൽ നസ്ബ് ചെയ്യും. ലം യദ്ഹബ് സെയ്ദുൻ, ഇവിടെ യദ്ഹബ് എന്താണ്? ജസ്മാണ് അല്ലേ? അപ്പോൾ റഫ്, നസ്ബ്, ജർ, ജസ്മ്, ഈ 4 കാര്യങ്ങളും അതിൻ്റെ അലാമത്തുകളാണ് കാണുന്നത്. റഫിൻ്റെ അലാമത്ത് ദമ്മ്, നസ്ബിൻ്റെ ഫത്ഹ്, ജറിൻ്റെ കസ്ർ, ജസ്മിൻ്റെ സുക്കൂന് അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല എല്ലാ സമയത്തും. എപ്പോഴാണ് ഇങ്ങനത്തെ അല്ലാതെ ആവുന്നത്? ഒരു ഉദാഹരണം പറയാം. ജാ സെയ്ദ് എന്നുള്ളതിന് പകരം ജാ അഹൂക്ക എന്നാണ് വിചാരിക്കുക. ജാ അഹൂക്ക, ഇവിടെ അഹൂക്ക എന്നുള്ള വാക്ക് എന്താണ്? റഫാണോ നസ്ബാണോ ജറാണോ ജസ്മാണോ? റഫാണ്. കാരണം സെയ്ദ് എന്തുകൊണ്ട് റഫായി? ജാൻ്റെ ഫായിലായതുകൊണ്ടാണ്. ഇവിടെ അഹൂക്ക എന്നുള്ളത് ജാൻ്റെ ഫായിലല്ലേ? അനീതി പാടില്ല. സെയ്ദ് ഫായിലാണ്, ഇതും ഫായിലാണ്. ഫായിലിന് റഫാണെങ്കിൽ ഇവിടെ റഫ് ആയിരിക്കണം. അപ്പോൾ അഹൂക്ക എന്നുള്ളത് റഫ് ആണ്. റഅയ്തു സെയ്ദ് എന്നുള്ളതിന് പകരം റഅയ്തു അഹാക്ക, ഞാൻ നിൻ്റെ സഹോദരനെ കണ്ടു. ഇവിടെ അഹാക്ക എന്നുള്ള വാക്ക് റഫാണോ നസ്ബാണോ? നസ്ബാണ്. കാരണം അവിടെ സെയ്ദ് എന്നുള്ളത് നസ്ബാവാൻ കാരണം റഅയ്തു എന്നുള്ള ഫിഅലിൻ്റെ മഫ്ഊൽ ബിഹി ആയതുകൊണ്ടാണ്. അപ്പോൾ മഫ്ഊൽ ബിഹിക്ക് അവിടെ നസ്ബാണെങ്കിൽ ഇവിടെ മഫ്ഊൽ ബിഹിക്ക് എന്താവണം? നസ്ബ് തന്നെ ആവണം. അപ്പോൾ അഹാക്ക എന്നുള്ളത് മൻസൂബാണ്. അതെന്താ അങ്ങനെ കിടക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഇപ്പം റിലാക്സ് ആയിക്കോളെ, ഇത് ഞാൻ പറയുന്നതിൻ്റെ കൂടെ പോയാൽ മതി. സല്ലം തു അല സെയ്ദ് എന്നുള്ളതിന് പകരം സല്ലം തു അല അഹീക്ക. അപ്പോൾ അഹീക്ക എന്നുള്ളത് എന്താണ്? റഫാണോ നസ്ബാണോ ജറാണോ? സെയ്ദ് എന്നുള്ളത് ജറായിരുന്നില്ലേ? അപ്പോൾ അഹീക്ക എന്നുള്ളതും ജറായേ പറ്റൂ. അതുപോലെ യദ്ഹബു സെയ്ദുൻ എന്നുള്ളതിന് പകരം സെയ്ദാനി, 2 സെയ്ദുണ്ട്. യദ്ഹബാനി, സെയ്ദാനി, യദ്ഹബാനി. ഈ യദ്ഹബാനി എന്നുള്ളത് എന്താണ്? റഫാണോ നസ്ബാണോ ജറാണോ ജസ്മാണോ? റഫാണ്. കാരണം യദ്ഹബു എന്നുള്ള ഫേല് റഫാവാൻ കാരണം എന്താ? അതിൻ്റെ പിന്നിൽ ലൻ എന്നോ ലം എന്നോ ഇല്ല, ലൻ എന്നോ ലം എന്നോ ഇല്ല എന്നുള്ളതാണ് കാരണം. നമ്മൾ പറഞ്ഞു വെറുതെ നിൽക്കുന്ന ഫേല് മുദാരി മർഫു ആയിരിക്കും. ഇത് വെറുതെ നിൽക്കല്ലേ യദ്ഹബാനി. യദ്ഹബാനിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? സെയ്ദാനി എന്നുണ്ട്, അത് നോക്കണ്ട. അതല്ലാതെ ലം എന്നോ ലൻ എന്നോ ഉണ്ടോ? ഇല്ല. അപ്പോൾ ലം എന്ന പോലെ
ജസ്മ് ചെയ്യുന്ന ഹർഫുകളോ ലൻ എന്നതുപോലെ നസ്ബ് ചെയ്യുന്ന ഹർഫുകളോ ഒരു ഫേൽ മുദാരിൻ്റെ പിന്നിൽ വന്നിട്ടില്ലെങ്കിൽ ആ ഫേൽ മുദാരി മർഫു ആയിരിക്കും എന്നുള്ളതാണ് നിയമം. നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റാൻ പാടില്ല. അപ്പോൾ ഇവിടെ യദ്ഹബാനി എന്താണ്? റഫ് ആണ്. അതുപോലെ ഇവിടെ ലൻ വന്നു. സൈദാനി 2 സെയ്ദുകൾ. ലൻ യദ്ഹബ. ഇവിടെ യദ്ഹബ എന്നുള്ളത് എന്താണ്? റഫാണോ നസ്ബാണോ? നസ്ബാണ്. കാരണം ഇവിടെ യദ്ഹബ എന്നുള്ളത് നസ്ബാണ്. കാരണം അതിൻ്റെ പിറകിൽ ലൻ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യദ്ഹബാനിൻ്റെ പിന്നിൽ ലൻ വന്നാൽ എന്താവണം? അതും നസ്ബാവണം. അതുപോലെ ഇവിടെ ലം യദ്ഹബ് ചെയ്തു എന്നതിന് പകരം സൈദാനി ലം യദ്ഹബ. യദ്ഹബ എന്നുള്ളത് എന്താണ്? ജസ്മാണ്. കാരണം ഇവിടെ യദ്ഹബ് എന്നുള്ളത് ലം വന്നപ്പോൾ ജസ്മായെങ്കിൽ യദ്ഹബ എന്നുള്ളതും ലം വന്നാൽ ജസ്മായിരിക്കണം. ഇനി നമുക്കൊന്ന് നോക്കാം. ഇവിടെ ആദ്യം നമുക്ക് ഈ ഫേലിൻ്റെ കാര്യം ഞാൻ പിന്നെ വിശദീകരിക്കാം. ഇപ്പോൾ നമുക്ക് ഇത് നോക്കാം. അഹൂക്ക, അഹാക്ക, അഹീക്ക എന്നുള്ളത് നോക്കാം. ഈ 3 വാക്കുകൾ സെയ്ദുൻ, സെയ്ദൻ, സെയ്ദിൻ എന്നുള്ള 3 വാക്കുകളുടെ സ്ഥാനത്തല്ലേ വന്നത്? അപ്പോൾ സെയ്ദുൻ എന്നുള്ള ലമ്മ, സെയ്ദൻ എന്നുള്ള ഫത്ഹയായി. ഇത് ഇങ്ങോട്ട് മാറിയതിനെ നമ്മൾ നസ്ബ് എന്ന് പറയാം. അതുപോലെ സെയ്ദൻ എന്നുള്ളത് സെയ്ദുൻ എന്നാവുന്നതിനെയാണ് റഫ് എന്ന് പറയാം. നമ്മൾ ഇറാബിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, ഇറാബ് എന്ന് പറയുന്നത് ഈ മാറ്റത്തിനാണ് പറയുന്നത്. അതുപോലെ ഈ സെയ്ദൻ എന്നോ സെയ്ദുൻ എന്നോ ഉള്ളത് സെയ്ദിൻ എന്നായി മാറുന്നതിനാണ് ജറ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഉണ്ടായ മാറ്റം എവിടെയാണെന്ന് നോക്കാം. ഇവിടെ ക എന്നുള്ള ഈ അവസാനത്തെ അക്ഷരത്തിൽ മാറ്റമൊന്നും വരുന്നില്ല. അത് 3ലും കാഫിന് ഫത്ഹ തന്നെയാണ്. പക്ഷെ മാറ്റം എവിടെയാണ് നടന്നത്? വാവ് ഇവിടെ അലിഫായി, ഇവിടെ യാ ആയി. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലാക്കുക? ഈ വാവ് റഫിൻ്റെ അലാമത്താണ്, ഈ അലിഫ് നസ്ബിൻ്റെ അലാമത്താണ്, ഈ യാ ജറിൻ്റെ അലാമത്താണ്. അപ്പോൾ ചില ഇസ്മുകളിൽ റഫിൻ്റെ അലാമത്ത് ലമ്മക്ക് പകരം വാവാകുന്നുണ്ട്, നസ്ബിൻ്റെ അലാമത്ത് ഫത്ഹിന് പകരം അലിഫാകുന്നുണ്ട്, ജറിൻ്റെ അലാമത്ത് യാന് പകരം കെസ്റക്ക് പകരം യാ ആകുന്നുണ്ട്. ഇത് ഏതൊക്കെ ഇസ്മുകളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒന്ന് അഹൂക്കയാണ്, നമുക്ക് മനസ്സിലായി. അഹൂക്ക എന്നുള്ള ഇസ്മിൽ നടക്കുന്നുണ്ട്. ഈ അഹൂക്ക എന്നുള്ളത് ഒരു സൗകര്യത്തിന് പറഞ്ഞതാണ്. ഹു എന്നാവാം, അഹൂ ഹ എന്നാവാം, അഹൂ സെയ്ദിൻ എന്നാവാം, അഹൂ ആരും ആവാം. അവിടെ കാഫ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്നും ഇവിടെ വേണമല്ലോ, തൽക്കാലം ഉദാഹരണം പറയാൻ വേണ്ടി അതിന് വേണ്ടി വെച്ച് കൊടുത്തതേ ഉള്ളൂ കാഫ് എന്നുള്ളത്. അഹു ആരും ആവാം, ആരൊഴികെ? ഞാനൊഴികെ. അഹി എന്ന് പറഞ്ഞാൽ പോയി. കാരണം അഹി എന്നുള്ളത് എവിടെ പറഞ്ഞിട്ടുണ്ട്? നമ്മൾ നേരത്തെ മുഖദ്ദറിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ലമ്മ മുഖദ്ദറ, ഫത്ഹ മുഖദ്ദറ, കസ്ര മുഖദ്ദറായിരുന്നു. അത് പഠിച്ച കാര്യം മറക്കരുത്. അഹി എന്നുള്ളത് എന്താണ്? നമ്മൾ പറഞ്ഞു ഇറാബ്, അലാമാത്തുൽ ഇറാബ് മുഖദ്ദറായിട്ട് വരുന്ന സന്ദർഭമാണെന്ത്? മുഖദ്ദറായിട്ട് വരുന്ന സന്ദർഭമാണെന്ത്? ഒന്നാമത്തെ സന്ദർഭം അൽ മുദാഫു ഇലാ യാ ഇൽ മുത്തക്കല്ലിം, കിതാബി, അഹി, കലമി എന്നുള്ളതൊക്കെ അവിടെ അലാമാത്തുൽ ഇറാബ് എന്താണ്? മുഖദ്ദറാണ്. മുഖദ്ദറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാത്തത് എന്നല്ല, ഉണ്ട് പക്ഷേ മറിഞ്ഞ് കിടക്കുന്നതാണ്. നമ്മൾ പറഞ്ഞ ഉദാഹരണം. അപ്പോൾ അതുപോലെ അവിടെ അഹി എന്നുള്ളതിൽ ദമ്മുണ്ട്. അതുപോലെ തന്നെ അഹി എന്നുള്ളത് മൻസൂബാണെങ്കിൽ, റഅയ്തു അഹി എന്നാണെങ്കിൽ അവിടെ ഫത്ഹുണ്ട്. അതുപോലെ സല്ലംതു അലാ അഹി എന്നാണെങ്കിൽ അവിടെ കസ്റുണ്ട്. പക്ഷേ എല്ലാം മുഖദ്ദറാണെന്ന് മാത്രം. അപ്പോൾ ഞാൻ എന്നുള്ള യാ ഒഴിച്ച് ബാക്കി ഏതൊരു മുദാഫിലയിലേക്ക് അഹ് എന്നുള്ള വാക്കിനെ ചേർത്താലും അതെന്താണ്? ഈ നിയമം ബാധകമാണ്. എന്താണ് നിയമം? അതിൻ്റെ റഫ് വാവ് കൊണ്ടാണ്, നസ്ബ് ഫത്ഹ അലിഫ് കൊണ്ടാണ്, ജറ് യാ കൊണ്ടാണ്. ഖുർആൻ എന്നുള്ള ഉദാഹരണങ്ങൾ പറയാൻ കഴിയുമോ? ഉദാഹരണം, ഖാലു യാ അബാന ഇസ്തഗ്ഫിർ ലന. അത് അഹ അല്ലല്ലേ. ഇപ്പോൾ ഈ അഹു പോലെയാണ് വേറെ 4 ആൾക്കാരും കൂടി ഉണ്ട്. അതിൽപ്പെട്ടൊന്നാണ് അബൂ എന്നുള്ളത്. അബൂക്ക, അബൂക്ക. അപ്പോൾ എങ്ങനെയായിരിക്കും? ജാ അബൂക്ക, റഅയ്തു, നിങ്ങൾ പറയും അബാക്ക, സല്ലംതു അല, സല്ലംതു അല എന്നുള്ളത് ഞാനിവിടെ എഴുതുന്നില്ല, അബീക്ക അല്ലേ. ഇതിൻ്റെ ഉദാഹരണമാണ് വഖാലു യാ അബാന. അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാവേ. അറബിയിൽ നിയമമുണ്ട്, നമ്മൾ പിന്നീട് പഠിക്കും. യാ എന്ന് പറഞ്ഞിട്ട് ഒരു മുദാഫ് മുദാഫിലേഹിയാണ് മുനാദ എങ്കിൽ, നമ്മൾ വിളിക്കുന്ന ആൾ മുദാഫ് മുദാഫിലേഹി ആണെങ്കിൽ അതിൽ മുദാഫ് നസ്ബിയും മുദാഫിലേഹി ചെറുതന്നെ ആയിരിക്കും. യാ ഇബ്ന ജെയ്ദിൻ, അങ്ങനെയാണ്. ഇബ്നു ജെയ്ദിൻ മുദാഫ് മുദാഫിലേഹി ആണല്ലോ. അപ്പോൾ യാ വന്നാൽ എന്ത് ചെയ്യും? ആ ഫസ്റ്റത്തെ വാക്ക് അഥവാ മുദാഫിനെ നസ്ബ് ചെയ്യും.
യാ ഉഖ്ത ഹാറൂന എന്നാണ് സൂറത്ത് മറിയമിൽ പറഞ്ഞു, യാ ഉഖ്ത ഹാറൂന. അപ്പോൾ അതുപോലെ യാ ഞങ്ങളുടെ ഉപ്പ എന്ന് വിളിക്കുകയാണ്, യാ അബാന. കാരണം എന്താ, ഇവിടെ അബ് എന്നുള്ളത് നസ്ബ് ചെയ്താൽ എന്താവും, അലിഫാണ് അലാമത്ത്, ഫതഹല്ല. യാ അബാന. നമ്മൾ പറഞ്ഞു ഈ കാഫ് എന്നുള്ളത് മാറാവുന്നതാണ്. ഓക്കെ. അതുപോലെ ഈ അബൂവും അഹു ഉള്ളതുപോലെ തന്നെ മറ്റൊന്നാണ്, ഏതാണ്, അഹൂക്ക, അബൂക്ക, ഹമൂക്ക ഉണ്ട് അതിൻ്റെ മുമ്പ്. എന്താണ് ഹമു എന്ന് പറഞ്ഞാൽ, ഹമുവുൻ എന്നുള്ളത് എന്നുണ്ടായതാണ് ഹമൂക്ക. ഹമൂക്ക, ഹമു എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ സഹോദരൻ. ഒരു പെണ്ണിന് ഭർത്താവിൻ്റെ സഹോദരനാണ് ഹമു എന്ന് പറയാം. തിരിച്ചും പറയാം, പക്ഷെ സാധാരണ പ്രയോഗിക്കാറുള്ളത് സ്ത്രീകളുടെ കാര്യത്തിലാണ്. ഒരു ഹദീസിൽ കാണാം, റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്, ഇയ്യാക്കും വദ്ദുഖൂൽ അലൻ നിസ, നിങ്ങൾ സ്ത്രീകളുടെ അടുത്ത് പോകുന്ന സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ, അറഅയ്ത അൽഹമു യാ റസൂലല്ലാഹ്, ഭർത്താവിൻ്റെ സ്വന്തം സഹോദരനൊക്കെ ആണെങ്കിലോ, അവിടുന്ന് പറഞ്ഞു അൽഹമു അൽ മൗത്ത്, ഭർത്താവിൻ്റെ സഹോദരനാണ് സർവനാശം, മരണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ലേ, ഭർത്താവിൻ്റെ സഹോദരനായിട്ട് എന്തെങ്കിലും ഹറാമ് സംഭവിച്ചാൽ വലിയ പ്രശ്നമാണ്, കുടുംബബന്ധം മുറിഞ്ഞു പോകാതോടുകൂടി. അതാണ് പറയാൻ കാരണം. അപ്പോൾ ഹമൂക്ക എന്ന് പറയുന്ന വാക്കും ഹമൂക്ക എന്ന് പറയില്ല, എന്താണ് ഹമൂക്കി എന്നാണ് പറയുക. കാരണം അധികവും ഭർത്താവിൻ്റെ സഹോദരൻ എന്നുള്ളതിനാണ് ഹമു എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. അപ്പോൾ നീ എന്നുള്ളത് പെണ്ണായിരിക്കുമല്ലോ. ഹമൂക്കി, ഓക്കെ. ജാ അ ഹമൂക്കി, റഅയ്തു ഹമാക്കി, സല്ലംതു അല ഹമീക്കി. ഇതിൻ്റെ ഉദാഹരണം എന്തെങ്കിലും ഉണ്ടോ ഖുറാനിൽ? ഇല്ല. ഹമു എന്നുള്ള വാക്ക് ഖുറാനിലില്ല. അടുത്തത് ഇതുപോലെയുള്ള അടുത്ത വാക്കാണ് താരിക്ക പറഞ്ഞത്. വേറൊന്നുണ്ടോ? അഹൂക്ക, അബൂക്ക, ഹമൂക്ക, ഫൂക്ക. എന്താണ് ഫൂ എന്ന് പറഞ്ഞാൽ? ഫൂ എന്ന് പറഞ്ഞാൽ വായ. ഫമുൻ എന്നുള്ള വാക്ക് തന്നെ അറബിയിൽ ഫൂ എന്ന് പറയും. അപ്പോൾ അത് മുദാഫായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഫൂ എന്ന് പറയുള്ളൂ. ഫൂക്ക എന്ന് പറഞ്ഞാൽ നിൻ്റെ വായ. അവൻ്റെ വായ എന്ന് എന്താ പറയുക? ഫൂഹു, ഫാഹു എന്നൊക്കെ പറയും. അപ്പോൾ ജാ അ ഫൂക്ക എന്ന് എന്തായാലും പറയില്ല, നിൻ്റെ വായ മാത്രമായിട്ട് വരില്ലല്ലോ. വേറെ എന്താ ഉദാഹരണം പറയേണ്ടി വരും. എന്താ പറയുക? ഹാദാ ഫൂക്ക, നിൻ്റെ വായാണിത്. ശരി. മൻസൂബാകുമ്പോൾ റഅയ്തു, അല്ലെങ്കിൽ ഫതഹ്ത, നീ തുറന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇഫ്തഹ്, ഫിലംറായാലും പറയാം ഇഫ്തഹ് ഫാക്ക. സല്ലംതു അല ഫീക്ക എന്ന് പറയില്ല. എന്താ പറയുക? ഖറജ മിൻ ഫീക്ക, മിൻ ഹർഫ് ജറാണ്, നിൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. ഖറജ മിൻ ഫീക്ക. അപ്പോൾ ഫൂക്ക, ഫാക്ക, ഫീക്ക ചുരുക്കി പറഞ്ഞത്. ശരി. അപ്പോൾ ഇതിൽ ഖുറാനിലുണ്ട് ഉദാഹരണം. കാഫിര്യങ്ങളെ അമലുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ, അല്ല, കാഫിര്യങ്ങൾ ദുആ ചെയ്യുന്ന അവരെ ഇലാഹുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഇല്ലാ കബാസുതി കഫൈഹി ഇലൽ മായി, അവരേതുപോലെയാണ്? വെള്ളത്തിലേക്ക് കൈ നീട്ടുന്നവനെ പോലെയാണ്. ഒരു കുളത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പുഴൻ്റെ അടുത്ത് പോയിട്ട് വെള്ളത്തിലേക്ക് കൈ നീട്ടി നിൽക്കുകയാണ്, ഇറങ്ങി കോരുന്നില്ല, പുറത്തുനിന്ന് കരയിൽ നിന്ന് കൈ നീട്ടുകയാണ്. ഇല്ലാ കബാസുതി കഫൈഹി ഇലൽ മായി ലിയബ്ലുഗ ഫാഹു, ആ വെള്ളം അവൻ്റെ വായിലെത്താൻ വേണ്ടിയിട്ട്. ബലഗ എന്നുള്ളതിൻ്റെ ഫായിൽ ആ വെള്ളമാണ്. ലിയബ്ലുഗ ഫാഹു, അപ്പോൾ ബലഗ എന്നുള്ളതിൻ്റെ മഫൂൽ ബിഹിയാണ്, വായ എന്നുള്ളത് അവിടെ. ഇത് ക്ലിയർ അല്ലേ? ഫൂക്ക, ഹമൂക്ക എന്നുള്ളത് നസ്ബാകുമ്പോൾ ഹമാക്കി, ഹമീക്കി, ഫൂക്ക എന്താണ്? ഫാ ക ഫീക്ക. ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ ഈ സംഭവങ്ങൾ ഇനി ഒന്നുകൂടി ഉണ്ട്. ഇപ്പോൾ എത്രണ്ണായി? അഹൂക്ക, അബൂക്ക, ഹമൂക്ക, ഫൂക്ക, 4 ഇതേപോലെ ഇപ്പുറത്ത് എഴുതേണ്ടതായിരുന്നു, സ്ഥലമില്ല, എന്നാലും ഒപ്പിച്ച് എഴുതല്ലേ. ദൂ, ദൂ, ദൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൂ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സ്വാഹിബു എന്നാണ്. സ്വാഹിബു, എന്താ സ്വാഹിബു എന്ന് പറഞ്ഞാൽ? ഓഫ് എന്ന് പറയാം നമ്മൾ ഇംഗ്ലീഷിൽ. എ മാൻ ഓഫ് നോളജ്, അറിവുള്ളൊരു മനുഷ്യൻ. അതിന് അറബിയിൽ പറയാം സാഹിബു ഇൽം. അതിനൊന്നുകൂടി ഷോർട്ടായിട്ട് സാഹിബ് എന്നുള്ളതിന് പകരം ദു ഇൽം. വഫൗഖ കുല്ലി ദി ഇൽമിൻ അലീം. അത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ദു എന്ന് പറഞ്ഞാൽ അതിന് ശേഷം എന്തെങ്കിലും ഒരു വാക്ക് മുദാഫിൻ ഇലൈഹി ആയിട്ട് നിർബന്ധമായിട്ടുണ്ടാവും. നമ്മൾ ഈ ഫൂ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ശേഷം എന്തായാലും മുദാഫിൻ ഇലൈഹി ഉണ്ടാവും. ദു മാലിൻ, എന്താണ്? ഓഫ് വെൽത്ത്, പണമുള്ള ഒരു മനുഷ്യൻ. അതുപോലെ എന്തും ദു ജമാലിൻ, ദുൽ അർഷി, സാഹിബുൽ അർഷ്, അർഷിൻ്റെ ഉടമ. അപ്പോൾ അതാണ് ദൂവിൻ്റെ പ്രയോഗം.
അപ്പോൾ ദൂ എന്നുള്ളതും ഈ പറഞ്ഞ കൂട്ടരെ പോലെ എന്ത് ചെയ്യും, റഫിൻ്റെ സന്ദർഭത്തിൽ ദൂ എന്നായിരിക്കും, നസ്ബാവുമ്പോൾ ദാന്നാവും, ജറാവുമ്പോൾ ദീനാവും. ദൂ മാലിൻ പണമുള്ളവൻ, ദാ മാലിൻ പണമുള്ളവനെ നസ്ബാവുമ്പോൾ ഉള്ള അവസ്ഥ ദീ മാലിൻ. ഖുർആനിൽ വന്നതാണ് വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം, അറിവുള്ള എല്ലാവരുടെയും മുകളിൽ എല്ലാം അറിയുന്നവനായ അള്ളാഹു ഉണ്ട്. അപ്പോൾ ദീ ഇൽമിൻ എന്താ പറയാൻ കാരണം, ഫൗക എന്നുള്ളതിൻ്റെ മുദാഫു ഇലഹിയാണ് ദീ ഇൽമിൻ. മുദാഫു ഇലഹിൻ്റെ ഇറാബ് എന്താ, ജറാണ്. അത് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും എല്ലാവർക്കും അറിയുന്നതല്ലേ, മുദാഫു ഇലഹി മജ്റൂറായിരിക്കും. നിങ്ങളെവിടെയെങ്കിലുമൊക്കെ അത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ മുദാഫു ഇലഹി മജ്റൂർ ആയതുകൊണ്ട് ദീ ഇൽമിൻ സൂറത്ത് യൂസുഫിലാണ് വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം. വേറെ ദൂ എന്നുള്ള പ്രയോഗം ഖുർആനിൽ എവിടെയുള്ളത്, ഇഷ്ടം പോലെ ഉണ്ട്. ഇന്നല്ലാഹ ഹുവ റസാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അവിടെ മർഫു ആണ്, തീർച്ചയായും അള്ളാഹു ആണ് റസാഖ്. എൻദദിൽ അർഷി മക്കീൻ, എൻദൻ്റെ മുദാഫു ഇലഹിയാണ്, അതുകൊണ്ട് മജ്റൂറായി. നസ്ബിൻ്റെ ഉദാഹരണം ഉണ്ടോ, ദാ എന്ന് പറയുന്നത് യാദൽ ജലാലുൽ ഇക്റാം. യാദൽ ജലാലുൽ ഇക്റാം എന്ന് ഖുർആനിലുണ്ടോ? ഖുർആനിലില്ല. തബാറക ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം ഉണ്ട്. ഉണ്ടാവണം. ഖാലു യാദൽ ഖർനൈനി ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദി. യാദൽ ഖർനൈൻ, ദുൽ ഖർനൈൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എന്താ ദുൽ ഖർനൈൻ എന്നാണ്, രണ്ട് കൊമ്പുള്ളവൻ. എന്താ പേര് വരാൻ കാരണം എന്ന് അല്ലാഹു അലം. അദ്ദേഹത്തിൻ്റെ പേരാണ് ദുൽ ഖർനൈൻ. ദുൽ ഖർനൈൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കഥ ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഈ പേരുള്ള ഒരാളുണ്ട്. അപ്പോൾ അയാൾ പിന്നെ ഇയാളെ പോലീസ് പിടിച്ചു, ബൈക്ക് അങ്ങനെ ഫൈൻ എഴുതാൻ വേണ്ടിയിട്ട് പോലീസ് പേര് ചോദിച്ച് പിന്നെ അയാളോട് പോകാൻ പറഞ്ഞു. അപ്പോൾ അടുത്തുള്ള പോലീസുകാരൻ അവനോട് ചോദിച്ചത്, മറ്റേ വിട്ട പോലീസുകാരനോട്, എന്തേ വിട്ട അവനെ, പ്രത്യേകിച്ച് ചില ആൾക്കാർ അവർക്ക് പ്രത്യേകിച്ച് പിടിക്കാൻ താല്പര്യം ഉണ്ടാവുമല്ലോ, രൂപമൊക്കെ കണ്ടാലേ. അങ്ങനെയുള്ള ഒരാളാണ് ഇയാളാണെങ്കിൽ കുറച്ച് തജ്വീദും ഒക്കെ പഠിക്കുന്ന ആളാണ്, ഖുർആൻ ഹിഫ്ളും ഉണ്ട്, കുറച്ച് ജുസൊക്കെ നല്ലൊരാളാണ് മാഷാ അല്ലാഹ്. അപ്പോൾ ഇവൻ പറഞ്ഞു അവൻ്റെ പേര് ചെയ്തു ഒരു ഇതിൽ റെസിപ്റ്റ് എഴുതി കൊടുക്കണ്ടേ, കാരണം ഇയാളുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഇവർ നല്ല മഹ്റജ് ഒക്കെ പാലിച്ചിട്ടാണ് പറയുക. ദുൽ ഖർനൈൻ, ഇപ്പോൾ ദാലുണ്ട്, കാഫുണ്ട്, ഇതൊക്കെ എങ്ങനെ ഏതാണെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ദുൽ ഖർനൈൻ എന്നുള്ള പേരിൻ്റെ ഭാഷയിൽ അർത്ഥം രണ്ട് കൊമ്പുള്ളവൻ എന്നാണ്. അപ്പോൾ എന്താണ് എൻ്റെ നസ്ബ് എങ്ങനെയാണ് വരിക, നമ്മളീ പറഞ്ഞ പ്രകാരം ദുൽ ഖർനൈൻ. അതാണ് സൂറത്ത് അൽ കഹ്ഫിൽ ഖാലൂ യാ ദുൽ ഖർനൈനി ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദ്. വേറെ ഉദാഹരണം ഉണ്ടോ, ഇതാന്ന് വരുന്നത് വദന്നൂനി ഇദ് ദഹബ മുഗാദിബൻ. അവിടെ എന്താ നസ്ബാവാൻ കാരണം, ആയത്ത് തുടങ്ങുകയാണ് വദന്നൂനി. കാരണം അവിടെ ഒരുപാട് നബിമാരെ കഥ പറയാണ് സൂറത്ത് മറിയമിൽ, വദ്കുർ ഫിൽ കിതാബി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന നബിമാരുടെയൊക്കെ സംഭവം നീ ഓർക്കുക, പറയുക. അപ്പോൾ എല്ലാം മുദാഫിലഹിയാണ്, അഫൻ എല്ലാം മഫൂൽ ബിഹിയാണ്. വദ്കുർ എന്നുള്ളത് സാങ്കല്പികമായിട്ടുണ്ട്, മനസ്സിലായോ. സൂറത്ത് മറിയമിൽ കുറേ നബിമാരുടെ പേരുകളും അവരുടെ കഥകളും പറയാണ്. അപ്പോൾ വദ്കുർ ഫിൽ കിതാബി എന്നുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇബ്രാഹിം നബിൻ്റെ അല്ല, മറിയം അലൈഹി ഇസ്ലാമിൻ്റെ മുതൽ കുറേ ആളുകളുടെ ചരിത്രം പറയാണ്. അപ്പോൾ അതിൽ അവസാനം യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വന്നപ്പോൾ വദന്നൂനി എന്നാണ് പറഞ്ഞത്. ശരി, അപ്പോൾ ഇത് മനസ്സിലായോ, ഈ സംഗതി മനസ്സിലായോ. അതായത് റഫ് എന്ന് പറഞ്ഞാൽ ദമ്മയാണ്, നസ്ബ് എന്ന് പറഞ്ഞാൽ ഫത്ഹയാണ്, ജർ എന്ന് പറഞ്ഞാൽ കസ്റയാണ്, ജസ്മ് എന്ന് പറഞ്ഞാൽ സുക്കൂനാണ്. ഇതിൽ നിന്ന് എക്സെപ്ഷൻ ആയിട്ടുള്ള ചില ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഈ പറഞ്ഞ 5 ആളുകൾ. അവർക്ക് ഉള്ള നിയമം എന്താണ്, പ്രത്യേക നിയമം, റഫ് വാവ് കൊണ്ട്, നസ്ബ് അലിഫ് കൊണ്ട്, ജർ യാ കൊണ്ട്. ഓക്കെ, ജസ്മില്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇസ്മുകൾക്ക് ജസ്മില്ല. ജസ്മ് എന്ന് പറയുന്നത് ഫേലുകൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 5 ആൾക്കാർ പറയുന്ന പേരാണ് അൽ അസ്മാ ഉൽ ഹംസ, 5 ഇസ്മുകൾ. അങ്ങനെ പ്രത്യേക നിയമമുള്ള 5 ഇസ്മുകളാണ്. ശരി, ഇനി പറയാനുള്ളൊരു കാര്യം, ഇങ്ങനെയുള്ള ഈ പൊതു നിയമം ഫത്ഹ കസ്റ ദമ്മ സുക്കൂൻ എന്നുള്ളതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ആളുകളാണല്ലോ ഈ അസ്മാ ഉൽ ഹംസ. ഇതുപോലെ എത്ര കേസുകളുണ്ട്, 1 അസ്മാ ഉൽ ഹംസ, അവർക്ക് 5 പേർക്ക് ഒരേ നിയമമാണ്. ഇങ്ങനെയുള്ള മൊത്തം 7 വിഭാഗങ്ങളുണ്ട്. അത് 7ഉം പറയാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന്. സമയം നിങ്ങൾ നേരത്തെ വരികയാണെങ്കിൽ, അടുത്ത ദിവസമൊക്കെ നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അറബി ക്ലാസ് നേരത്തെ ആക്കാം. എന്നാൽ പിന്നെ കുറച്ച് ആൾക്കാർ വിചാരിച്ചാൽ മതിയല്ലോ നേരത്തെ എത്താൻ. ഫസ്റ്റ് ക്ലാസ് അറബി ആക്കിയാൽ നമുക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒന്നാമത്തേത്, അൽ അസ്മാ ഉൽ ഹംസ. ഇനി അതുപോലെ ബാക്കി 6 കൂടി ഉണ്ട്.
വളരെ സന്തോഷകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അസ്മാൽ ഹംസയാണ് ഇതിൽ ഏറ്റവും പ്രയാസം, ഈ ഏഴെണ്ണത്തിൽ. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി വരാനുള്ളതൊക്കെ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ പകുതി ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ എന്തെങ്കിലും ഉദാഹരണങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക, ഹദീസിലൊക്കെ വന്ന്. അല്ലെ ഹദീസിലായാലും കവിതകളിലായാലും ഒരു അറിയപ്പെട്ട കവിത ഉണ്ട്, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, തായ്യത്തുൽ എൽബീരി എന്ന് പറഞ്ഞിട്ട്. അത് തുടങ്ങുന്നത് എന്താണ്? അബാ ബക്രിൻ തഔതുക ലോ അജബ്ത. അബൂബക്കർ എന്ന് പറയുന്ന ആളെ വിളിക്കുകയാണ്, അബാ ബക്കർ എന്നാണ് വിളിക്കുന്നത്. കാരണം യാ അഫൻ നസ്ബ് നമ്മൾ പറഞ്ഞു, യാ എന്ന് പറഞ്ഞാൽ പിന്നെ മുലാഫിന് നസ്ബി ആണ്. ആ യാ മുലാഫല്ല, യാ ഹർഫു നിദ. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വാക്ക് മുനാദ എന്ന് പറയുന്നത് ആരെയാണോ വിളിക്കുന്നത് അത് മുലാഫിലേഹി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അതിൻ്റെ മുലാഫിന് നസ്ബ് ചെയ്യും. അപ്പോൾ അബൂബക്കർ എന്നുള്ളത് മുലാഫിലേഹി അല്ലേ, അബൂബക്കർ, ബക്കറിൻ്റെ ഒപ്പ. അപ്പോൾ ആ അബൂ എന്നുള്ളത് എന്ത് ചെയ്യും? നസ്ബ് ചെയ്യും. അതാണ് അബാബക്കർ എന്ന് പറയുന്നത്. യാ അണ്ടർസ്റ്റുഡാണ്. അപ്പോൾ ഇത്രയാണ് എന്ന് പറയാൻ ഉദ്ദേശിച്ചത് അസ്മാ ഉൽ ഹംസ. അപ്പോൾ ഇന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അസ്മാ ഉൽ ഹംസയുടെ ഇറാബ് എന്താണ്? റഫ് ലൊമ്മ കൊണ്ടും നസ്ബ് ഫത്ഹ കൊണ്ടും ജർ യാ കൊണ്ടും ആണ്. അസ്മാ ഉൽ ഹംസ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? അഹൂക്ക, അബൂക്ക, ഹമൂക്ക, ഫൂക്ക, ദൂമാലിൻ. അങ്ങനെ പറയാറ്. ദൂമാൽ മാത്രമാണോ? ദൂ എന്തും ആവാം. പക്ഷെ അതൊക്കെ ഒരു എന്തെങ്കിലും പറയണ്ടേ, ഒരു ഉദാഹരണം വെച്ചിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രം. ശരിക്ക് ദൂ ഇൽമിൻ എന്നൊക്കെ ആയിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ഇങ്ങനെയാണ് എല്ലാ നഹ്വിൻ്റെ കിതാബിലും ഒട്ടുമിക്ക കിതാബിലും കാണുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു കാര്യം പറയാനുള്ളത്, ഈ അഹൂന് അഹൂൻ മാത്രമല്ല എല്ലാത്തിനും ബാധകമാണ്. എന്ത്? മുദാഫിലേഹി ഞാനാവരുത്. അഹി, അബി, ഹമി, ഫിയ, ദൂ എന്നുള്ളതിൻ്റെ കൂടെ പിന്നെ യാ വരില്ല. അപ്പോൾ ഈ നാലെണ്ണത്തിൻ്റെ കൂടെ യാ ആണ് മുദാഫിലേഹി എന്നുണ്ടെങ്കിൽ യാവുൽ മുത്തക്കല്ലിം ആണെങ്കിൽ നിയമം ബാധകമല്ല. കാരണം എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, യാവുൽ മുത്തക്കല്ലിം മുദാഫിലേഹി ആയി വന്നാൽ അവിടെ ഇറാബ് എന്താണ്? ദമ്മയും ഫത്തഹയും കസ്റയൊക്കെ തന്നെയാണ്, മുഖദ്ദറ എന്ന് മാത്രം. അപ്പോൾ ഈ അലാമത്തുകൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ അസ്മാഉൽ ഹംസ ഉണ്ടല്ലോ, ഇനി ഇതിന് കൂടെ എത്ര ഉണ്ടെന്നാണ് പറഞ്ഞത്? എക്സെപ്ഷൻസ് ആയിട്ടുള്ള 6 ബാക്കിയുണ്ട്. ഈ 7 ആളുകളെ നമ്മൾ പറയുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ ഇവരുടെ അലാമത്തുൽ ഇറാബിനെ പറയുന്ന പേരാണ് അൽ അലാമാത്തുൽ ഫർഇയ്യ. ആദ്യം പറഞ്ഞത് നസ്ബിന് ഫത്ഹ, റഫിന് ദമ്മ, ജറിന് കസ്റ, ജസ്മിന് സുക്കൂന്, ഇതിനെ പറയുന്ന പേരാണ് അൽ അലാമാത്തു അൽ അസ്ലിയ, അല്ലെങ്കിൽ അലാമാത്തുൽ ഇറാബി അൽ അസ്ലിയ. അലാമാത്തുൽ ഇറാബിൻ്റെ അസ്ലിയായ രൂപങ്ങൾ. എന്താണ് അസ്ലിയും ഫർഇ എന്ന് പറഞ്ഞാൽ? അസ്ലി എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ടുള്ള അവസ്ഥ, ഫർഇ എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻസ്. ഉദാഹരണത്തിന് നമ്മൾ പറയും സാധാരണ ഫിഖ്ഹിൽ അൽ അസ്ലു ഫിൽ അഷിയാഇ അൽ ഇബാഹ. എല്ലാ വസ്തുക്കളും, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും അസ്ൽ എന്ന് പറഞ്ഞാൽ ഇബാഹത്താണ്, അതൊക്കെ ഹലാൽ എന്നുള്ളതാണ്. എന്താ അർത്ഥം? ഈ ലോകത്തുള്ള അധിക വസ്തുക്കളും 99.999% അത്രയും ശതമാനം വസ്തുക്കളും ഹലാലാണ്. ഹറാമായത് കുറച്ച് സാധനങ്ങൾ, പന്നി, നായ, അങ്ങനെയുള്ള തിന്നാൻ വേണ്ടി ഹറാമായ കാര്യങ്ങൾ. അപ്പോൾ അതുപോലെയാണ് അധികം ഇസ്മുകളിൽ എന്തായിരിക്കും? റഫിന് ദമ്മയായിരിക്കും, ജറിന് കസ്റയായിരിക്കും, നസ്ബിന് ഫത്ഹായിരിക്കും, ജസ്മിന് സുക്കൂനായിരിക്കും. എക്സെപ്ഷൻ ആയിട്ടുള്ള 7 വിഭാഗങ്ങളാണ്. അതിലൊന്നാമത്തത് അസ്മാഉൽ ഹംസ. അതിൻ്റെ റഫ്, ദമ്മ, നസ്ബ്, അലിഫ്, ജർ, യാ, ഇത്രയേ ഉള്ളൂ. പക്ഷേ അത് അടുത്ത ദിവസം ഈ 6 നമുക്കൊന്നിച്ച് പറയാം, നേരത്തെ വരികയാണെങ്കിൽ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.